വെൽക്കം ടു ഹെൽത്ത് ക്യാമ്പിൽ. ഞാൻ പുതുതായി ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റെലവൻ്റായിട്ട് ചോദിക്കുന്ന സംശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പുതുതായി ഒരു ഫാമിലി ഇൻഷുറൻസ് എടുക്കാൻ നിൽക്കുന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ആൾക്ക് അവിടെ ഓൾറെഡി ഇൻഷുറൻസ് കവറേജ് ഉണ്ട് താനും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മുടെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? വിദേശത്തുള്ളവർക്ക് അവിടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. എന്നാൽ നാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളോ രോഗങ്ങളോ വരികയാണെങ്കിൽ ആ ഇൻഷുറൻസ് കവറേജ് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശത്തുള്ള സമയത്ത് നമുക്ക് ജീവിതശൈലി രോഗങ്ങളോ മാരരോഗങ്ങളോ വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടും. ഉദാഹരണത്തിന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകൾ നാട്ടിൽ വന്നതിന് ശേഷം ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മളൊരു ഫാമിലിക്ക് പോളിസി എടുക്കുമ്പോൾ എത്ര രൂപയുടെ കവറേജാണ് എടുക്കേണ്ടത്? ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ചോദ്യവുമാണത്. കോവിഡിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാണെങ്കിലോ കോടികളുടെ ചികിത്സാ ചെലവുകളും വരുന്നുണ്ട്. അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസിലെ പോലെ ഹ്യൂമൻ ലൈഫ് വാല്യൂവിന് ആനുപാതികമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില രോഗങ്ങൾ വന്നാൽ ചികിത്സിച്ച് ഭേദമാക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ അസറ്റും നഷ്ടമായിട്ടുണ്ടായിരിക്കും. പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു രോഗമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കോമണായി കാണപ്പെടുന്ന ഒരു രോഗമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലതരം ക്യാൻസറുകൾ, കിഡ്നി, ലിവർ, ബ്രെയിൻ എന്നിവയായിട്ട് ബന്ധപ്പെട്ട മാരക രോഗങ്ങൾ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത വളരെയധികം ആളുകളെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിന് ഏറ്റവും വാല്യൂ കൊടുത്തുകൊണ്ട് നല്ലൊരു കമ്പനിയുടെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും വേഗത്തിൽ എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണുള്ളത്. എനിക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കാരണം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പോളിസി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയാനായിട്ട് സാധിക്കൂ. ഈ ആവശ്യവുമായി പലരും എന്നെ സമീപിക്കാറുണ്ട്. കഴിയുന്നത്ര ആളുകൾക്ക് ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. കാരണം ഇന്നത്തെ ചികിത്സാ ചിലവുകൾ ഈ എമൗണ്ടിനേക്കാൾ ഒരുപാട് മുകളിലാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. പുതുതായി പോളിസി എടുക്കുന്നവരും ഓൾറെഡി പോളിസി ഉള്ളവരും നിങ്ങളുടെ പോളിസിയിൽ മോഡേൺ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം റോബോട്ടിക് സർജറി, ലേസർ സർജറി, AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറി, എന്തിനേറെ പറയുന്നു, സൂചിയില്ലാതെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്ന പലർക്കും സ്വന്തം കമ്പനിയുടെ ഇൻഷുറൻസ് ഉള്ളവരാണ്. കാരണം ഇന്നത്തെ ചികിത്സാ ചിലവുകൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ കവറേജ് 1% പോലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല കമ്പനിയുടെ ഏറ്റവും നല്ല കവറേജുള്ള ഒരു പോളിസി എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഒരു പോളിസിയുടെ ക്ലെയിം റിജക്റ്റായി. കാരണം പല പ്രാവശ്യവും നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ പോലും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനുശേഷം ഒരു മേജർ ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ എല്ലാ രോഗാവസ്ഥയും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥ മുഴുവനായി തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പോളിസി എടുക്കാൻ എത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഡിസ്കൗണ്ടുകളുടെ പുറകെ പോകുക എന്നത്. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അതത്ര നന്നാവില്ല. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ രോഗാവസ്ഥകൾ ഒരു നല്ല ഹോസ്പിറ്റലിൽ ആഘോഷമാക്കി മാറ്റാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.